ഒഴുകട്ടെ. All right, so let's move into the topic that we have for today. ഇന്ന് നമ്മളുടെ സന്ദേശത്തിലോട്ട് നമുക്ക് നീങ്ങാം. We're looking at strongholds part 2. കോട്ടകള് എന്നുള്ള ആ സന്ദേശത്തിന്റെ രണ്ടാം ഭാഗം. This word stronghold is not very easy to define. കോട്ടകളെന്ന് അതിനെ വിവരിക്കാൻ അത്ര എളുപ്പമല്ല. Because the word stronghold actually is not there in the Bible very much, maybe just one or two times. വേദപുസ്തകത്തിൽ 1-2 പ്രാവശ്യമേ ഈ പദം നമ്മൾ കാണുന്നുള്ളൂ. Other words are being used. There's a word called bondage that is used in the Bible. ഇതിന് വേറെ ഒരു വാക്ക് ബൈബിളിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബന്ധനം എന്നാണ്. We have to define this word carefully. ഈ വാക്കിനെ, ഈ പദത്തെ നമ്മൾ ശരിയായ രീതിയിൽ ഒന്ന് വിവരിച്ച് കാണേണ്ടതായിട്ടുണ്ട്. But more than that, why are we looking at this word? അതിനെക്കാട്ടിലും ഉപരിയായിട്ട് എന്തിനാണ് നമ്മൾ ഇന്ന് ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത്? Because strongholds that's something that can stand in the way of God doing a greater work in our lives. എന്ന് വെച്ചാൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ കോട്ടകൾ. Not all hindrances are strongholds. എല്ലാ തടസ്സങ്ങളും കോട്ടകളല്ല. Because strongholds are something that we build. It's a wall that comes and we build it up. ഈ കോട്ടകൾ എന്ന് പറയുന്നത് ഒരു മതിലാണ്. ഇത് നമ്മൾ നമ്മളുടെ ചുറ്റും പണിതുയർത്തുന്ന ഒരു മതിലാണ്. Sometimes strongholds can be physical. Before we are even saved, we have bondages that we could not come out of. We were bound. ചില സമയത്ത് ഈ കോട്ടകളൊക്കെ അക്ഷരീയമായിട്ടും ഭൗതികമായിട്ടും കാണപ്പെടുന്ന രീതിയിലുള്ളതാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ചില ബന്ധനങ്ങളും കൊണ്ട് നമ്മൾ കെട്ടപ്പെട്ടവരായിട്ട് നമ്മൾ ജീവിച്ചു. I'm not talking just about demonic activity. I'm just talking about even sicknesses sometimes can be a stronghold, isn't it? പൈശാചിക ബന്ധനത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ചില രോഗങ്ങളും കെട്ടുകളായിട്ട് നമ്മളുടെ നേരെ like this, how can I not release this woman who was bound for 18 years? യേശുക്രിസ്തു ആ സ്ത്രീയെ നോക്കി ഇങ്ങനെ പറഞ്ഞു, 18 വർഷം കൊണ്ട് ബന്ധിക്കപ്പെട്ട ഈ മകളെ എങ്ങനെ ഞാൻ വിടുവിക്കാതിരിക്കും? So you see, there's a power encounter that happens when God meets with us and releases us from our strongholds. ദൈവം നമ്മളെ കണ്ടുമുട്ടി നമ്മളുടെ ആ കെട്ടുകളിൽ നിന്ന് വിടുവിക്കുമ്പോഴത്തേക്ക് അവിടെ ദൈവത്തിന്റെ ശക്തി പ്രകടനങ്ങളാണ് നടക്കുന്നത്. We can have bondages being released within an instant of time. ചില കോട്ടകൾ, ചില ബന്ധനങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് തകർന്നു വീഴുന്നത്. But why am I sharing this message if it is happening anyway? Why am I sharing this message with you? ഈ കോട്ടകൾ എന്തായാലും തകരുമല്ലോ എന്നാണെങ്കിൽ ഞാൻ എന്തിനാണ് ഈ സന്ദേശം ഇന്ന് പങ്കുവെക്കുന്നത്? Because you see, the same Jesus who sent a word and healed our disease, യേശു ഒരു വാക്ക് അയച്ച് നമ്മളുടെ രോഗം സൗഖ്യപ്പെടുത്തിയ യേശു, he is saying to us in John chapter 8, he is saying you shall know the truth and the truth will set you free. ഇതേ യേശുവാണ് നമ്മളോട് പിന്നെ പറയുന്നത്, സത്യം നിങ്ങൾ അറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. There's a difference here now. ഇവിടെ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നു. Because here he is saying you should know something. ഇവിടെ പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ അറിയണം എന്ന്. And out of that knowledge, out of that receiving the knowledge of that, will you be set free? അറിവ്, ആ ജ്ഞാനം നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അത് മൂലം നിങ്ങൾ വിടുതലിലോട്ട് നയിക്കപ്പെടും. So all strongholds are not broken by God just sending his word. അതുകൊണ്ട് എല്ലാ കോട്ടകളും തകരുന്നത് ദൈവം വാക്കയച്ച് ഉടനെ നിമിഷ നേരം കൊണ്ട് തകർക്കുന്നതല്ല. That's what I want to bring to you this morning as a message that is important to us to know. നമ്മൾ അറിയേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. Sometimes strongholds are not broken because we don't do anything about it. ചില സമയത്ത് കോട്ടകൾ തകരാത്തതിന്റെ കാരണം എന്തുവാ? നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് തകർന്നു പോകുന്നില്ല. We expect God to do what he always did from the beginning. ദൈവം പണ്ട് ചെയ്ത കാര്യം ഇപ്പോഴും ദൈവം ചെയ്യണമെന്ന് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. And some churches encourage that also, isn't it? ചില സഭകൾ നമ്മൾ ഇങ്ങനെ ഇരുന്നാ മതി എന്നുള്ളത് അവർ പ്രോത്സാഹിപ്പിക്കുകയും they ചെയ്യും. always preach that it is through power encounters that God
changes you. അവരെപ്പോഴും പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ശക്തി പ്രകടനം വരും, നിങ്ങൾ വിടുവിക്കപ്പെടും എന്നുള്ള മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. Somehow the believer feels that every time he has a power encounter with God, that is how he is being changed. വിശ്വാസി വിശ്വസിക്കുന്നത് എന്തുവാണ്? ഓരോ പ്രാവശ്യം എന്നിൽ ഒരു മാറ്റം വരണമെങ്കിൽ ഒരു ശക്തി പ്രകടനം വന്നേ മതിയാവൂ എന്ന്. So for them the word of God is not important anymore. അവർക്ക് ദൈവവചനം ഇനിയിപ്പം പ്രസക്തി No matter അറിയിക്കുന്നതല്ല. how much they hear the word of God being preached, എത്രമാത്രം ദൈവവചനം പ്രസംഗിക്കുന്നവർ കേട്ടാലും they still want that power encounter to set them free. അവര് ദൈവത്തിന്റെ ശക്തി പ്രകടനം വന്നിട്ട് സ്വതന്ത്രരാക്കാനായിട്ട് ഇങ്ങനെ But God കാത്തിരിക്കും. is saying, you shall know the truth, and the truth will set you free. പക്ഷേ ദൈവം പറഞ്ഞത് എന്താ? നിങ്ങൾ സത്യം അറിയുകയും ഈ സത്യം നിങ്ങളെ So സ്വതന്ത്രരാക്കുകയും our ചെയ്യും. journey towards greater freedom is when God reveals certain things to us. ദൈവം ചില കാര്യങ്ങൾ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുമ്പോഴാണ് കൂടുതൽ സ്വാതന്ത്ര്യത്തിലോട്ടുള്ള നമ്മളുടെ യാത്ര തുടങ്ങുന്നത്. In fact, sometimes even physical bondages remain because we are not willing to break the stronghold in our mind. ചില സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ചില കോട്ടകൾ തകർക്കാനായിട്ട് നമ്മൾ പടികൾ എടുക്കാത്തതും കൊണ്ട് ഭൗതിക കെട്ടുകളും കോട്ടകളും നമ്മളുടെ ചുറ്റും നമ്മളുടെ നേരെ അങ്ങ് നീണ്ടു നിൽക്കും. Let me give an example. ഉദാഹരണത്തിന് We often use Isaiah 53:4 every time we fall sick, isn't it? ഓരോ പ്രാവശ്യവും നമ്മൾ രോഗം ബാധിച്ച് ഉള്ള അവസ്ഥയിലാകുമ്പം യെശയ്യാവ് 53:4 നമ്മൾ ആ വാക്യം എടുത്ത് പറയും. Or we claim the blood of Jesus. അല്ലെങ്കിൽ നമ്മൾ യേശുവിൻ്റെ രക്തം നമ്മൾ അവകാശപ്പെടും. We even say by his stripes we were healed നമ്മൾ before. ഇത്രയും വരെ പറയും, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം പണ്ടേ വന്നിരിക്കുന്നു. So you see, we are not willing to think anything else about our sickness. അതുകൊണ്ട് ആ രോഗം വരുമ്പോൾ ഈ പറയുന്ന കാര്യമല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാൻ പോലും നമ്മൾ മനസ്സ് കാണിക്കത്തില്ല. We have built a strong hold in our mind നമ്മളുടെ മനസ്സിൽ ഒരു കെട്ടങ്ങ് കെട്ടി വെച്ചേക്കുക. that says, oh, I have already been healed. അവിടെ കെട്ടി പറയുവാൻ എന്തോ പറയുന്നത്? ഓ, എനിക്ക് സൗഖ്യം പണ്ടേ വന്നു കഴിഞ്ഞല്ലോ. Because by his stripes we were healed. എന്തെന്ന് വെച്ചാൽ അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. The problem is, you see, we don't do a proper study of the language, of the Greek, of the Hebrew. Someone says something and we just take it just like that. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് നമ്മളതങ്ങ് വിഴുങ്ങും. പക്ഷെങ്കിൽ ദൈവവചനം അതിൻ്റെ ആദ്യമേ തൊട്ടുള്ളത് എന്തുവാ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്തുവാ, പശ്ചാത്തലം എന്തുവാ, അതിൻ്റെ ആ ഭാഷ എന്തുവാ പറയുന്ന മനസ്സിലാക്കുന്ന ഒന്നും നമ്മൾ Do you know ചിന്തിക്കുന്നില്ല. why we sometimes take things just like that? എന്തിനാ ചില സമയത്ത് നമ്മൾ കിട്ടുന്ന അപ്പടി വിഴുങ്ങുന്നതെന്നറിയാമോ? Because we like it. നമുക്കത് ഇഷ്ടമാണ്. Who wants sickness just to prolong? ഈ രോഗം നീണ്ടു നിൽക്കുന്ന ആർക്കെങ്കിലും ഇഷ്ടമാണോ? We want to get rid of it as soon as possible, isn't it? പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നോക്കുമോ ഇതൊന്ന് മാറി കിട്ടണം എന്നാണ് നമ്മൾ It should ആഗ്രഹിക്കുന്നത്. have gone by yesterday. ഓ, ഇന്നലെ തന്നെ അത് പോകേണ്ടതായിരുന്നു. That's why we say by his stripes we were healed already. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവന്റെ അടിപ്പണുകളാൽ നമുക്ക് പണ്ടേ സൗഖ്യം വന്നു കഴിഞ്ഞു. Sometimes all of us have itching ears, isn't it? ചില സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഈ കേൾക്കാൻ ഇഷ്ടമുള്ളത് അങ്ങ് കേൾക്കാൻ ആഗ്രഹമാണ്. അതങ്ങ് പിന്നെ അതേ കേൾക്കും. Let me try to explain this to you, my dear friends. ഇതൊന്ന് ഞാൻ വിവരിച്ചു പറയട്ടെ. You see, because there is no magic formula that we can use all the time. നമ്മൾക്ക് എപ്പോഴും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു മാന്ത്രിക ഫോർമുല, ഒരു പടികളും അങ്ങനെയൊന്നുമില്ല, മന്ത്രമൊന്നുമില്ല. You cannot actually put the word of God above God himself. ദൈവത്തിന്റെ വചനത്തെ ദൈവത്തെക്കാളും ഉയർത്താൻ നമുക്ക് പാടില്ല. Let me try to explain this to you. ഞാൻ വിവരിച്ച് പറയട്ടെ, ശ്രദ്ധിക്കണം. So because no matter where we are spiritually, നമ്മൾ ആത്മീയമായിട്ട് ഏത് തലത്തിലായാലും, no matter what sin we are involved in, ഏതൊക്കെ പാപത്തിൽ നമ്മൾ അകപ്പെട്ടതായാലും, no matter what condition we have brought ourselves into, നമ്മൾ ഏതൊക്കെ
അവസ്ഥയിൽ നമ്മളെ തന്നെ കൊണ്ടെത്തിച്ചു We എങ്കിലും think that this verse should always work. നമ്മൾ ചിന്തിക്കുന്ന എന്തുവാ, ഈ എഴുതപ്പെട്ട വചനം ഏതവസ്ഥ എന്തായാലും പ്രവർത്തിച്ചേ പറ്റൂ എന്ന്. But you see, God does not work like that, my dear friends. സുഹൃത്തുക്കളെ, പക്ഷെങ്കിൽ ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. Sometimes we think that faith is the only response that God needs. ചില സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന പ്രതികരണം വിശ്വാസം എന്ന ഒറ്റ കാര്യം മതി എന്ന്. അത് I believe മാത്രം God can heal me. That's it. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് എന്നെ സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്ന്, അത് മാത്രം. അത് ഞാൻ പൂർണ്ണമായിട്ട് Don't tell me anything else. വേറെ ഒന്നും എന്നോട് പറയണ്ട, എനിക്ക് കേൾക്കണ്ട. You see how we can build strongholds in our lives? മനസ്സിലാവുന്നുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് കോട്ടകള് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ പണിതുയർത്താൻ പറ്റുന്നത്. Let me take you to an interesting verse, please. It's in the Old Testament. പഴയ നിയമത്തിൽ ഒരു വാക്യം നമുക്ക് നോക്കാം. Actually, we read this verse yesterday in the prayer. Very interestingly, we read this verse. ഇന്നലെ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ കൂടി വന്നപ്പോൾ ഈ Second വാക്യം Chronicles. വായിച്ചായിരുന്നു. 2 ദിനവൃത്താന്തം It's in chapter 6. 6-ാം അധ്യായം. It's interesting verse 28 and 29. 28-ഉം 29-ഉം വാക്യം. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം. What is this verse about? Here is Solomon praying in the temple and saying, Lord, whenever we pray, please answer our prayers. ഇവിടെ സോളമൻ രാജാവ് പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങൾ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചാലും അങ്ങ് കേൾക്കണേ എന്ന്. And he gives different conditions where they are asking for prayer. He says in verse 28 and 29 like this. ഇവിടെ 28-29 വാക്യത്തില് ആരെങ്കിലും വായിച്ചാട്ട് പെട്ടെന്ന് അന്ന സിസ്റ്റർ ഉണ്ടോ? നമുക്ക് കേൾക്കാം. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുകിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ താന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഓരോരുത്തരും താൻ താന്റെ വ്യാധിയും ദുഃഖമാണോ? ഇംഗ്ലീഷിലെ പെയിൻ ആണ്, വേദന. ഓക്കെ, വ്യാധിയും വേദനയും അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് കൈ മലർത്തുകയും ചെയ്താൽ. ഓക്കെ മതി. ഓരോരുത്തർ അപ്പൊ ഓർത്തണം, ഇവിടെ എന്താ പ്രശ്നം? രോഗമാണ്, പ്രാർത്ഥിക്കുകയാണ്. പക്ഷെങ്കിൽ look at this very interesting phrase that is there in between. ഇവിടെ ആ രോഗമാണ്, പ്രാർത്ഥിക്കുകയാണ്, പക്ഷെ ഇതിന്റെ നടുവില് എഴുതി വെച്ചേക്കുന്ന ആ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. Knowing his own affliction and knowing his own pain. ഓരോ വ്യക്തികളും അവന്റെ വ്യാധിയും അവന്റെ വേദനയും തന്നെ അറിഞ്ഞ്. That's interesting phrase. വളരെ രസമുള്ള. Why is that word, that phrase there? ആ ഭാഗം എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? Everyone should be knowing what they are going through, why they are going through. എല്ലാവരും അറിയണം അവർ എന്തിൽ കൂടിയാ കടന്നു പോകുന്നത്, എന്തും കൊണ്ടാണ്. ഓരോരുത്തർ അവരുടെ വ്യാധി, ഓരോരുത്തർ അവരുടെ വേദന അറിഞ്ഞ്. Each person should know their affliction, know their pain. Why is that phrase there? എന്തിനാണ് ഈ ഒരു കാര്യം അവിടെ Because we often pray blind prayers. പ്രാർത്ഥിച്ചാൽ മതി എന്ന് Oh പറയാമായിരുന്നു. Lord, I am sick, I need healing. Oh Lord, heal me as soon as possible. Amen. കർത്താവേ, ദൈവമേ എനിക്ക് രോഗമാണ്, എന്നെ എത്രയും പെട്ടെന്ന് സൗഖ്യം തരണം. ആമേൻ. അത് മതിയല്ലോ പ്രാർത്ഥന. And then we can use some verses or claim the blood all the time. അത് കഴിഞ്ഞിട്ട് യേശുവിന്റെ രക്തം അവകാശപ്പെടാനായിട്ട് നമുക്ക് വാക്യങ്ങൾ എപ്പോഴും ഉപയോഗിക്കാം. Do you know something, my dear friends? സുഹൃത്തുക്കളെ, ഒരു കാര്യം The അറിയാം. blood of Jesus is never once used in the New Testament to talk about physical blessing or physical healing. യേശുവിന്റെ രക്തം പുതിയ നിയമത്തില് ഒരു പ്രാവശ്യം പോലും ഭൗതികമായ അനുഗ്രഹത്തിനോ ശാരീരികമായ സൗഖ്യത്തിനോ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. It is always being used to talk about
the heart being cleansed. എപ്പോഴും യേശുവിന്റെ രക്തം പറയുമ്പോൾ അത് ഹൃദയം ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കാൻ അങ്ങനെയാണ് അവിടെ എഴുതിയേക്കുന്നത്. It's true that the Old Testament used the blood to talk about physical things. പഴയ നിയമത്തില് കുഞ്ഞാടിന്റെ രക്തം ഭൗതിക അനുഗ്രഹങ്ങൾ, ഭൗതിക ഭൗതികമായ സംരക്ഷണത്തിന് ഒക്കെ പറയുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു. പക്ഷേ അത് അന്ന് പഴയ നിയമത്തിൽ പറഞ്ഞത് അത് യേശുവിന്റെ രക്തത്തെ കുറിച്ചല്ലായിരുന്നു പറഞ്ഞത്. അത് ആട്ടുകൊറ്റന്റെ രക്തത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്. പക്ഷേ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ the blood of Jesus is something that we can only use to talk about things happening inside, a cleansing. യേശുവിന്റെ രക്തം എപ്പോഴും നമ്മളുടെ അകമേ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അകമേ നമ്മളെ ശുദ്ധീകരിക്കാൻ നമ്മൾ Show me one verse that talks about the blood being used for protection or for any kind of physical blessing. ഒരു പ്രാവശ്യം മാത്രമേ Show me one verse. There is no verse. നീ ഒരു വാക്യമെങ്കിലും ഇങ്ങനെ നമ്മളുടെ സംരക്ഷണത്തിനോ സൗഖ്യത്തിനോ എഴുതിയേക്കുന്നത് പുതിയ നിയമത്തിൽ കാണിച്ചു തരാമോ? Yes, of course God heals. തീർച്ചയാണ്, ഉറപ്പാണ്. ദൈവം Yes, of സൗഖ്യം course തരും. God protects. തീർച്ചയാണ്, ദൈവം നമ്മളെ സംരക്ഷിക്കും. His name is Jehovah Jireh, provider. അവന്റെ നാമം തന്നെ യഹോവ ഈരേ, നമ്മളെ കരുതുന്ന ദൈവം എന്നാണ്. He is the one who heals us. അവനാണ് നമ്മളെ സൗഖ്യം തരുന്ന But ദൈവം. let us not use the blood and use wrong truths and try to use them in a wrong way. തെറ്റായ രീതിയിൽ നമ്മൾ ദൈവത്തിന്റെ വചനം എടുത്ത് യേശുവിന്റെ രക്തത്തെ തെറ്റായ രീതിയിൽ നമ്മൾ അതിനെ കാണരുത്. Why do we like to use that? എന്തിനാണ് അങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്നത്? Because we think just by putting the blood on the doorpost everything is fine inside. നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ, യേശുവിന്റെ ഈ രക്തം കട്ടളപ്പടിയിൽ മേൽ ഒന്ന് തളിച്ചാ മതി, അകത്തെല്ലാം ശരിയാകുമെന്ന്. താവേ രക്ഷിക്കണേ, രക്തം വെളിയിലുണ്ട്, ഓ എല്ലാം ശരിയാ. Oh God, save us. There's blood applied outside. Save us. No. അങ്ങനെയല്ല. There is work for us to do, my dear friends. സുഹൃത്തുക്കളെ, നമുക്ക് ചെയ്യേണ്ടതായ ചില പ്രവർത്തികൾ ഉണ്ട്. You may have thought pastor is sharing a message on strongholds so that they can pray for me and release me from my strongholds. നിങ്ങൾ വിചാരിച്ചോ പാസ്റ്റർ ബന്ധനത്തെക്കുറിച്ച്, കോട്ടകളെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നു, എൻ്റെ മേലൊന്ന് കൈവച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു, എൻ്റെ കോട്ടകളൊക്കെ ഒന്ന് തകർന്നേനെയും. But I'm trying to tell you that there are the strongholds in the minds that can actually prevent us from even walking in fullness of life. ഞാൻ പറയട്ടെ, നമ്മളുടെ മനസ്സിന്റെ തലത്തിൽ ചില കോട്ടകൾ കെട്ടി കാരണത്താൽ ആ ജീവന്റെ പൂർണ്ണതയിൽ നമുക്ക് നടക്കാൻ പോലും പറ്റാതെ ആകുക. We approach things in the wrong way. നമ്മൾ തെറ്റായ രീതിയിലാണ് കാര്യങ്ങളെ ചേർത്ത് God കാണുന്നത്. has no magic formulas for us, my dear friends. സുഹൃത്തുക്കളെ, ദൈവം നമുക്ക് മാന്ത്രികമായ ചില മന്ത്രമൊന്നും തന്നിട്ടില്ല. You know what? Sometimes God can even withhold healing because He has something much more important for us. നിങ്ങൾക്കറിയാമോ, ചില സമയത്ത് ദൈവം സൗഖ്യം തരാതെ നമ്മളെ തരാതെ വെക്കും. കാരണം എന്തുവാ, അതിൽ കൂടി നമ്മളിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. You shall know the truth, നിങ്ങൾ സത്യം അറിയുകയും and the truth will set you free. ആ സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. Was Paul bound when God did not answer his prayer? പൗലോസിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം തരാഞ്ഞപ്പം പൗലോസ് കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നോ? Maybe he had a physical disease. ഒരു പക്ഷേ പൗലോസിന് ശാരീരിക ഒരു അസ്വസ്ഥത, ഒരു രോഗം ഉണ്ടായേക്കാം. He didn't say by his stripes I was healed long time ago. യേശുവിന്റെ അടിപ്പിണറുകളാൽ എനിക്ക് പണ്ടേ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പൗലോസോട് പറഞ്ഞില്ല. 3 times I asked the Lord to take this away from me. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, 3 പ്രാവശ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇതൊന്ന് എടുത്ത് മാറ്റാമോ? And the Lord
answered me like this. എന്നിട്ട് കർത്താവ് എന്നോട് ഇങ്ങനെ ഉത്തരം പറഞ്ഞു. My grace is sufficient for you. I will not take that away from you. അത് ഞാൻ നിന്നിൽ നിന്ന് എടുത്തു മാറ്റത്തില്ല, എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് ഉത്തരം You കിട്ടിയത്. think that made Paul more bound? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നത്? അത് കാരണത്താൽ പൗലോസ് കൂടുതൽ ബന്ധിതനായിട്ടാണോ I don't ജീവിച്ചത്? think so. He became more free. അങ്ങനെയല്ല, പൗലോസ് കൂടുതൽ സ്വതന്ത്രനായി. Because he knew the truth about what he was going through. എന്തെന്ന് വെച്ചാൽ അവൻ കടന്നു പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള സത്യം അവന് വെളിപ്പെടുത്തി കിട്ടി. My grace is sufficient for you. എൻ്റെ കൃപ നിനക്ക് മതി. Oh, my dear friends, how many of us carry all sorts of wrong thinking and we are bound by that? We are unrest. സുഹൃത്തുക്കളെ, എത്ര അധികം പേര് നമ്മൾ ചില തെറ്റായ ചിന്തകൾ നമ്മൾ കൊണ്ട് നടക്കുന്ന കാരണത്താൽ അങ്ങ് കെട്ടപ്പെട്ട് We run here, we run there, we go here because we somehow want to be set free. നമ്മൾ ഇവിടെ ഓടുന്നു, അവിടെ ഓടുന്നു, അങ്ങോട്ട് പോകുന്നു. എന്താ കാരണം? എങ്ങനെയെങ്കിലും എനിക്കൊന്ന് This സ്വതന്ത്രമാകണം, church can't help me, let me go to that church. ഈ സഭയിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ സഭയിൽ ഞാൻ പോടും. That guy can't help me, let me go to this guy. ആ വ്യക്തി എൻ്റെ കൂടി എനിക്ക് വിടുതൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ വ്യക്തിയുടെ അടുത്തോട്ട് പോകും. And God is saying, hey, do you know your own pain? Do you know your own affliction? ദൈവം പറയുവാണ്, ദൈവം നമ്മളോട് പറയാം, നീ നിന്റെ വേദന, നിന്റെ ആ അവസ്ഥ നീ അറിയണം. Wrong teaching can sometimes cause us to be bound for years. ചില തെറ്റായ പഠിപ്പീരുകൾ നമ്മൾക്ക് ലഭിക്കുവാണെങ്കിൽ, നമ്മളത് സ്വീകരിക്കുവാണെങ്കിൽ വർഷങ്ങൾ നമ്മൾ കെട്ടപ്പെട്ടതായിട്ട് തന്നെ ജീവിച്ചു പോകും. This is because God has something much more bigger for us, my dear friends. കാരണം എന്തുവാ? ദൈവം വലുതായ ഘനമായ ചില കാര്യങ്ങൾ നമ്മൾക്ക് Sometimes He will even use sickness to sanctify us. ചില സമയത്ത് രോഗവും ഉപയോഗിച്ച് ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. You say, Pastor, I don't believe that. നിങ്ങൾ പറഞ്ഞേക്കാം, പാസ്റ്റർ, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. Let me point out to you Job. ഇയ്യോബിനെ കുറിച്ച് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. Let me ask you a question, my dear friends. സുഹൃത്തുക്കളെ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. In Job, in the book of Job, who started this whole drama? ഇയ്യോബിന്റെ പുസ്തകത്തില് ആ സംഭവങ്ങളൊക്കെ അത് തുടക്കം കുറിച്ചത് ആരാണ്? Anyone? Other than leaders? ആർക്കെങ്കിലും പറയാമോ? ആരാണ് അവിടെ ആ നടന്ന സംഭവങ്ങൾക്ക് എല്ലാത്തിനും തുടക്കം കുറിച്ചത് ആരാണ്? ആരാണ്? സാത്താൻ? ചോറാന്നോ? ഉറപ്പ്? പാസ് മാർക്ക് വേണോ? Yes, it was God, my dear friends. അതെ, ദൈവമാണ് അത് തുടക്കം വെച്ചത്. It was God who told the devil, do you see my servant Job? ദൈവമാണ് പിശാചിനോട് പറഞ്ഞത്, സാത്താനെ, എൻ്റെ ദാസനായ യോബിനെ നീ കണ്ടോ? You think God was surprised by what happened next? അത് കഴിഞ്ഞിട്ട് നടന്ന സംഭവങ്ങൾ കണ്ടപ്പം ദൈവം എന്താ ഞെട്ടിപ്പോയോ? ഓ, സാത്താൻ ഇങ്ങനെ ചോദിക്കും, ഞാൻ ഓർത്തില്ല. അയ്യോ, തൊടല്ലേ അവനെ തൊടല്ലേ. I didn't realize that Satan will ask all these things. Please don't touch my servant. No. ദൈവത്തിന് നല്ലോണം അറിയാവുന്ന സാത്താൻ എന്തുവാ ചോദിക്കാൻ പോകുന്നതും എന്തോ നടക്കാൻ പോകുന്ന എല്ലാം ദൈവത്തിന് അറിയായിരുന്നു. Oh, God knew exactly what Satan was going to ask and what all is going to happen. Everything God knew. ദൈവം തന്നെ തുടക്കമിട്ട ഒരു സംഭവമായിരുന്നു അവിടെ. We have to remember that incident was started by God himself. വേറെ കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്കൊരു കഥ പറയാൻ വേണ്ടി അല്ല ദൈവം അത് ചെയ്തത്. യോബിന്റെ ജീവിതത്തിൽ ഒരു വേല മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ദൈവം അത് ചെയ്തത്. God did not tell this to us, do this all to us just to tell us a story, but God did that just because he wanted to do a work in each one of us. No, in Job's life. In Job's life. Let me ask one more question.
ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. Did Job pass or fail? ആ പരീക്ഷയിൽ ഇയ്യോബ് ജയിച്ചോ തോറ്റോ? ഇച്ചിരി കട്ടിയുള്ള ചോദ്യമാണ്. It's a hard ഉത്തരം question. തരാൻ പോകുന്നത് സമയമില്ല. Answer. ജയിച്ചു. വേറെ ഉത്തരങ്ങൾ എങ്ങനെ പറയാം ജയിച്ചെന്ന്? ജയിച്ചെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്താ കാരണം കൂടെ പറയണം. ജയിച്ചു. Did Job fail or pass in that test? If you say yes, what is the reason? ദൈവം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ യജമാനനായ God said like this, my servant Job has said what is right. ദൈവം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വൃത്യനായ ഇയ്യോബ് ശരിയായത് സംസാരിച്ചു. ഞാൻ വേറെ കാര്യം പറഞ്ഞോട്ടെ. യോബ് ജയിക്കുകയും ചെയ്തു, തോക്കുകയും ചെയ്തു. Job failed as well as he succeeded. കാരണം ഞാൻ പറയട്ടെ, The reason is, അവസാനം യോബ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ എൻ്റെ വായ ഞാൻ എന്തുവാ, ആ വാക്യമില്ലേ ഇവിടെ? ആ വാക്യം at the end, 40 verse 1 and 2 വായിച്ച്, 40 1 2 വായിച്ച പെട്ടെന്ന്. യോബ് 40 1 2 വാക്യങ്ങൾ. Job chapter 40 verse 1 and 2. യഹോവ പിന്നെയും ഇയ്യോബിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ? ആക്ഷേപകൻ, ഓക്കേ, ഫോൾട്ട് ഫൈൻഡർ, ആക്ഷേപകൻ. സർവശക്തനോട് വാദിക്കുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഇതിന് ഉത്തരം പറയട്ടെ. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ. ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുന്നു. I put my hand on my mouth. എൻ്റെ കൈ എൻ്റെ വായിൽ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി എന്നുള്ള അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, ദൈവമേ. saying, Lord, what I said was wrong. I thought I knew all about you. ഞാൻ വിചാരിച്ചു അങ്ങയെക്കുറിച്ച് എനിക്കെല്ലാം അറിയാമെന്ന്. I was trying to defend myself. ഞാൻ എന്നെ തന്നെ അങ്ങ് രക്ഷിക്കാനായിട്ട് പ്രതിരോധമായിട്ട് ഞാൻ സംസാരിച്ചു. I was trying to ask you, why did you send this sickness to me? Why did you send this trouble to me? എന്തിനാണ് ഈ രോഗം, ഈ വ്യാധി എൻ്റെ മേൽ അയച്ചത് എന്ന് ഞാൻ നിന്നോട് ചോദിക്കാൻ ശ്രമിക്കുവായിരുന്നു. I was trying to defend my cause and tell you there was nothing, no fault in me. എൻ്റെ നിൽപ്പിന് ഒരു തെറ്റുമില്ല എന്ന് ഞാൻ അങ്ങയോട് വാദിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. But now, oh Lord, I put my hand on my mouth. പക്ഷെങ്കിൽ ഇപ്പോഴോ ദൈവമേ, ഞാൻ എൻ്റെ കൈ എൻ്റെ വായിൽ മേൽ ഞാൻ വെക്കുന്നു. I have nothing to say, I repent. ഓ, ഞാൻ അനുതപിക്കുന്നു, എനിക്ക് പറയാൻ ഇനി ഒന്നുമില്ല. ദൈവം എന്തോ ചോദിച്ചേ? What did God ask? ആദ്യത്തെ വാക്യം എന്തായിരുന്നു? ആക്ഷേപകൻ, fault finder. You see what is God asking? കുറ്റം കണ്ടുപിടിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കുറ്റം കണ്ടുപിടിക്കുന്നവൻ. അവിടെ എന്താ പറ്റി? അവിടെ എന്താ പ്രശ്നം ഉണ്ടായി? What happened here? ഇവിടെ എന്തുവാ സംഭവിച്ചത്? You see, Job had actually passed the test of loving God. യോബ് ദൈവത്തെ സ്നേഹിക്കുന്ന ആ പരീക്ഷ He was willing to even die and still not curse God. അവൻ മരിച്ചാലും ദൈവത്തെ ശപിക്കത്തില്ല എന്നുള്ള ആ ഒരു തീരുമാനം. You gave and you take away, blessed be the name of the Lord. അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. No matter what, I will still keep on loving you, O God. എന്ത് വന്നാലും ശരി കർത്താവേ, ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ I will commit my life to you no matter what, O God. ദൈവമേ, എന്ത് വന്നാലും ശരി ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിച്ചു തന്നേക്കുവാണ്. He was fully committed to God. പൂർണ്ണ തികച്ചും എല്ലാ രീതിയിലും യോബ് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. But you know where he failed? യോബ് എവിടെയാ തോറ്റതെന്ന് അറിയാമോ? He did not know God as much as he should have known. ദൈവത്തെ അവൻ അറിയേണ്ട രീതിയിൽ
അറിയേണ്ട അളവില് അവൻ ദൈവത്തെ അറിഞ്ഞില്ല. അവിടെയാണ് യോബ് തോറ്റുപോയത്, പരാജയപ്പെട്ടത്. वीरेंद्र थोड़ा जाकर थोड़ा बुला कर ले आओ. मरियानोस यहाँ पर है. You, oh Lord, I put my hand on my mouth because I realize, oh God, that I have spoken things I should not have spoken. ദൈവമേ, ഞാൻ എൻ്റെ കൈ എൻ്റെ വായിൽ വെച്ച് ഞാൻ വാ പൊത്തുന്നു. ഞാൻ പറയേണ്ടാത്തത് ഞാൻ പറഞ്ഞു പോയി, പറയേണ്ടതുപോലെ ഞാൻ പറഞ്ഞില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. My dear friends, what was God doing in the life of Job? സുഹൃത്തുക്കളെ, ദൈവം യോബിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു You പ്രവർത്തിച്ചത്? think all these things was happening by accident? നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇതെല്ലാം യാദൃശ്യമായിട്ട് അങ്ങ് നടന്നു പോയതാണോ? Job also had to grow in his knowledge of God. യോബും ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വളരേണ്ടതായിട്ടുണ്ടായിരുന്നു. He was blameless, അവൻ നിഷ്കളങ്കനായിരുന്നു. but he was not perfect. പക്ഷെങ്കിൽ അവൻ തികവ ഉള്ളവനല്ലായിരുന്നു, പൂർണ്ണനല്ലായിരുന്നു. He was saying, oh God, whatever happened to me, now I know everything works for good to those who love God. ഇപ്പം പറയാതേമേ, ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു, അങ്ങയിൽ നിന്ന് എന്ത് സംഭവിച്ചാലും എന്ത് വന്നാലും അത് നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് യോബ് പറയുന്നു. It's not easy for us to accept it, my dear friends. സുഹൃത്തുക്കളെ, ഇത് അംഗീകരിക്കാൻ അത്ര But എളുപ്പമല്ല. sometimes God has to use even sickness for a greater purpose. ചില സമയത്ത് ഉന്നതമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം രോഗത്തെയും ഉപയോഗിക്കും. What is his greater purpose? ഈ ഉന്നതമായ കാര്യം എന്താണ്? ഉദ്ദേശം എന്താണ്? To make you and me more like him. നിങ്ങളെയും എന്നെയും കൂടുതൽ അവനെ പോലെ ആക്കിയെടുക്കാൻ. അതാണ് ഉന്നതമായ ലക്ഷ്യം. You see, in all our songs, we always sing, God keeps me, God blesses me. നമ്മളുടെ പാട്ടുകളിലെല്ലാം protects me. നമ്മൾ പാടുന്ന എന്തോ, ദൈവം എന്നെ സംരക്ഷിക്കുന്നു, ദൈവം എന്നെ കരുതുന്നു, ദൈവം എനിക്ക് തരുന്നു എന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും പാടുന്നത്. But do we realize there is a greater journey for us, my dear friends? സുഹൃത്തുക്കളെ, പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതിനെക്കാട്ടിലും ഒരു വലിയ യാത്ര നമ്മളുടെ മുന്നിൽ ദൈവം Are we വെച്ചിട്ടുണ്ട്. just to be happy with just God keeping us and protecting us and blessing us? ദൈവം നമ്മളെ സംരക്ഷിച്ച് Are we just happy with that? സംരക്ഷിച്ച് കരുതി നമ്മൾക്ക് വേണ്ടിയതെല്ലാം തരുന്നതും കൊണ്ട് നമ്മളങ്ങ് സന്തോഷിച്ച് തൃപ്തിയുള്ളവരാണോ? No, surely not. അല്ല, അങ്ങനെയല്ല, Because തീർച്ചയായിട്ടും you see, അങ്ങനെയല്ല. there is something more. എന്താന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിലും, ഈ കരുതൽ ലഭിക്കുന്നതിനെക്കാട്ടിലും, ഈ സംരക്ഷണം ലഭിക്കുന്നതിനെക്കാട്ടിലും അധികമായ ചില കാര്യങ്ങളുണ്ട്. God, you want to make me more like you. ദൈവമേ, അങ്ങ് എന്നെ കൂടുതലായിട്ട് അങ്ങേ പോലെ ആക്കി തീർക്കാനായിട്ടാണല്ലോ ഈ Jesus, you പ്രവർത്തിക്കുന്നത്. suffered not just for me, you suffered so that I could learn about suffering, oh God. എന്നെ എൻ്റെ വേദനയിൽ നിന്നും എന്നെ അകറ്റി മാറ്റാൻ മാത്രമല്ല യേശുവെ അങ്ങ് കഷ്ടം അനുഭവിച്ചത്, ഞാനും കഷ്ടം അനുഭവിക്കാൻ എന്നെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യാനാണല്ലോ. When you cried out and said, not my will but yours be done. യേശു നിലവിളിച്ചത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹിതമല്ല പിന്നെയോ അങ്ങയുടെ ഹിതം നടക്കട്ടെ. You think that was only for him? That was for us at the same time. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? യേശുവിന് വേണ്ടി മാത്രമായിരുന്നു അത് പറഞ്ഞത്? അല്ല, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയും കൂടിയായിരുന്നു അന്നേരം പറഞ്ഞത്. Can we learn that God wants to do a much bigger work in us? ദൈവം വലിയ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയും കാണുകയും Or are we satisfied with just saying God can bless me and I'm happy with that? ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അത് ആ അനുഗ്രഹം പ്രാപിച്ച് നമ്മൾ തൃപ്തിയുള്ളവരാണോ? And when things goes wrong, we are confused. And when things go wrong, we are confused. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ
പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോഴത്തേക്ക് നമ്മൾക്ക് അങ്ങ് അയ്യോ നമ്മളങ്ങ് ചിന്താ ചിന്താക്കുഴപ്പത്തിലാകുക. Remember that verse in 2 Chronicles. 2 ദിനവൃത്താന്തത്തിൽ ആ വാക്യം നമ്മൾ ഓർക്കണം. Each man with his own affliction, knowing his own pain, knowing his own affliction. ഓരോ വ്യക്തികളും അവരുടെ ആ കഷ്ടങ്ങൾ, അവരുടെ വേദന അറിഞ്ഞുകൊണ്ട് He's talking about having clarity in all that is happening around us. അവിടെ പറയുന്നത് എന്താണ്? നമ്മളുടെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് ഒരു ശരിയായ കാഴ്ചപ്പാട് നമുക്ക് You ലഭിക്കണം. shall know the truth. നിങ്ങൾ സത്യം അറിയും. Some of us don't want to know the truth. നമ്മളിൽ ചിലര് ഈ സത്യം അറിയാൻ Lord, ആഗ്രഹിക്കുന്നേയില്ല. Don't show me anything, just do something in my ദൈവമേ, life. എനിക്കിതൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല, എന്തേലും അങ്ങ് ചെയ്താൽ മതി കർത്താവേ. That's the biggest stronghold in our lives, my dear friends. സുഹൃത്തുക്കളെ, അത് അങ്ങനെ പറയുവാണെങ്കിൽ അതൊരു കോട്ടയാണ്, ഒരു കെട്ടാണ് നമ്മളുടെ നേരെ ഉള്ളത്, നമ്മളുടെ എതിരെ ഉള്ളത്. Because that's a bondage called fear. അത് ഭയത്തിൻ്റെ ഒരു കെട്ടാണ്. I don't want trouble in my life. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എനിക്കൊന്നും നേരിടണ്ട, അത് വേണ്ട എനിക്ക്. Because I'm not willing to consider the fuller purposes of God. കാരണം എന്തുവാ? ദൈവത്തിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഞാനത് അംഗീകരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to know. എനിക്കത് അറിയാൻ വേണ്ട. Let me close by telling you about the healing ministry of Jesus, my dear friends. യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യ ശുശ്രൂഷയെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Why did Jesus Christ heal all those who came to him for healing? യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് സൗഖ്യത്തിന് വേണ്ടി വന്ന എല്ലാവരെയും എന്തും കൊണ്ട് യേശു സൗഖ്യപ്പെടുത്തി. And this is what we use all the time, isn't it? ഇതാണ് നമ്മളും എല്ലാവരും എപ്പോഴും പറയുന്നത്. We tell believers and unbelievers, just come to Jesus and he will heal you of all your disease. നമ്മൾ വിശ്വാസികളോടും അവിശ്വാസികളോടും എല്ലാവരോടും എപ്പോഴും പറയുന്നത് എന്തുവാണ്? യേശുവിൻ്റെ അടുത്തോട്ട് വന്നാൽ മതി, യേശുവിൻ്റെ അടുത്തോട്ട് വന്നാൽ മതി, യേശു സൗഖ്യപ്പെടുത്തും. Because he healed all those who came to him for healing. എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ അടുത്ത് ആരൊക്കെ സൗഖ്യത്തിന് വേണ്ടി കടന്നു വന്നോ എല്ലാവരെയും യേശു സൗഖ്യപ്പെടുത്തി. True. അത് ശരി തന്നെ. When he was on earth. ആ സമയത്ത് യേശു ഭൂമിയിലായിരുന്നു. Why did he do it? എന്തുകൊണ്ടാണ് യേശു ചെയ്തത്? Listen carefully, please, my dear friends. ശ്രദ്ധിച്ച് കേൾക്കണേ സുഹൃത്തുക്കളെ. You see, please note, first of all, that God always is compassionate. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവം എപ്പോഴും മനസ്സലിവുള്ള ദൈവമാണ്. He always wants to deliver people. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് ആൾക്കാരെ, മനുഷ്യരെ സ്വതന്ത്രത്തിൽ കൊണ്ടുവരാൻ, വിടുവിക്കണമെന്നാണ് ദൈവത്തിന്റെ Let's not ആഗ്രഹം. have any doubt about that one, please. അതിനൊരു സംശയവും നമുക്ക് വേണ്ട. But listen carefully. പക്ഷെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. When Jesus Christ was here on earth, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ all the writers in Matthew, Mark, Luke, how they wrote this? മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എല്ലാത്തിലും എന്തോ എഴുതിയെന്നറിയാമോ? They did not write that Jesus Christ went everywhere and healed the sick and raised the dead and cast out the demons. അവിടെ യേശു ക്രിസ്തു കടന്നു പോയി, എല്ലായിടത്തും പോയി, എല്ലാവരെയും അങ്ങ് ആൾക്കാരെ തേടി സൗഖ്യപ്പെടുത്തി, പിശാചിനെ പുറത്തിറക്കി എന്നങ്ങനെയല്ല എഴുതിയേക്കുന്നത്. They wrote one more thing that is vitally important for us to understand, my dear friends. അതിനോടൊപ്പം ഒരു കാര്യം കൂടി അവരെല്ലാവരും എഴുതി, അത് നമ്മൾ മനസ്സിലാക്കണം. If you miss that, you miss the whole point of the ministry of Jesus. അത് നമ്മൾ കാണാതെ പോവുകയാണെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷയെ തന്നെ നമ്മൾ കാണാതെ ശരിയായിട്ട് മനസ്സിലാക്കാതെ പോകും. Listen carefully, my dear friends. ശ്രദ്ധിച്ചു കേൾക്കണേ. He said like this wherever he went. യേശു എവിടൊക്കെ കടന്നുപോയി അവിടെ യേശു ഇങ്ങനെ പറഞ്ഞു, Repent, for the kingdom of God is at hand. മാനസാന്തരപ്പെടുക, ദൈവരാജ്യം He സമീപിച്ചിരിക്കുന്നു. was preaching the message of the kingdom and casting out demons and healing the sick. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും അതിനോടൊപ്പം പിശാചുക്കളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തുകൊണ്ട് Listen carefully, please, my dear നമ്മൾ friends. ശ്രദ്ധിച്ചു കേൾക്കണേ. The healing happened all the time.
സൗഖ്യം എല്ലായ്പ്പോഴും നടന്നു. Because the king was there. കാരണം എന്തുവാ? രാജാവ് അവിടെ The ഉണ്ടായിരുന്നു. king had descended. The kingdom has come. രാജാവ് ഇറങ്ങി വന്നിരുന്നു, രാജ്യം വന്നിരുന്നു. But very few entered the kingdom. പക്ഷെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രമേ ആ രാജ്യത്തിനകത്തോട്ട് പ്രവേശിച്ചു. They all received healing from Jesus. എല്ലാവരും യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. It was a sign that the king was there. ആ രാജാവ് വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ചിഹ്നമായിരുന്നു ആ But they സൗഖ്യം. did not accept the king. പക്ഷെങ്കില് എല്ലാവരും ആ രാജാവിനെ സ്വീകരിച്ചില്ല, അംഗീകരിച്ചില്ല. സൗഖ്യം പ്രാപിച്ചു. The healing was actually a sign for them to turn to the king. അവരെ സംബന്ധിച്ച് ആ കിട്ടിയ സൗഖ്യം രാജാവിലോട്ട് തിരിയാനായിട്ട് ഒരു ആഹ്വാനമായിരുന്നു, ഒരു വിളിയായിരുന്നു, ഒരു ചിഹ്നമായിരുന്നു. The healing was not the end process in itself. ആ സൗഖ്യം അതിൽ തന്നെ അങ്ങ് അവസാനിച്ചില്ല. അത് മാത്രം He was not healing just because he had compassion on people, even though he had compassion on people. He was not healing just for compassion. മനസ്സലിവ് ഉള്ളത് കൊണ്ട് മാത്രമല്ല യേശു അന്നേരം സൗഖ്യം. He was healing because he wanted them to enter the kingdom of heaven. യേശു സൗഖ്യപ്പെടുത്തിയതിന്റെ കാരണം എന്തുവാണ്? അവര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സൗഖ്യപ്പെടുത്തിയത്. How many people entered finally? അവസാനം എത്ര പേര് ദൈവരാജ്യത്തിൽ ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു? Handful. കുറച്ച് പേര്, വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രം. My dear friends, സുഹൃത്തുക്കളെ, yes, we may be healed of our diseases. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ രോഗത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം പ്രാപിച്ചേക്കാം. But remember, there is a bigger work that needs to happen. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ സൗഖ്യം ലഭിക്കുന്നതിനെക്കാട്ടിലും വലിയ ചില പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. And every time God destroys your physical strongholds, ഓരോ പ്രാവശ്യവും നമ്മളുടെ ഭൗതിക കോട്ടകളെ ദൈവം ഇടിച്ചു കളയുമ്പോൾ, every time God sets you free from your physical bondages, ഓരോ പ്രാവശ്യം ഭൗതികമായ കെട്ടുകളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് പൊട്ടിച്ച് ദൈവം നമ്മളെ സ്വതന്ത്രമാക്കുമ്പോൾ, every time he blesses you with something, ഓരോ പ്രാവശ്യവും ചില കാര്യങ്ങളെ നമ്മൾക്ക് തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. remember that he wants spiritual bondages to be broken as well. നമ്മൾ എപ്പോഴും ഓർക്കണം, ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ കോട്ടകളും തകരണമെന്ന് നമ്മളില്. Because that is what keeps you from turning to him. എന്താന്ന് വെച്ചാൽ ആ ആത്മീയ കോട്ടകൾ ഉണ്ടായ കാരണത്താലാണ് നമുക്ക് ദൈവത്തിലോട്ട് തിരിഞ്ഞു വരാൻ പറ്റാത്ത. You think more highly of yourself than you ought to think. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അങ്ങ് ഭാവിച്ച് And that is why you have set up these strongholds in these bondages around, these walls around you. ഈ കോട്ടകൾ, ഈ കെട്ടുകൾ നമ്മളുടെ ചുറ്റും നമ്മൾ വെച്ചിട്ടുണ്ട്. And he wants to send light to you, my dear friends. സുഹൃത്തുക്കളെ, അവൻ നമ്മളിലോട്ട് വെളിച്ചം അയക്കാൻ He ആഗ്രഹിക്കുന്നു. wants to send truth to you, my dear friends. അവൻ നമ്മളിലോട്ട് വെളിച്ചം, സത്യം അയക്കാൻ The ആഗ്രഹിക്കുന്നു. psalmist prayed like this in Psalm 42, I think it is. Send thy light and thy truth, O God. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ സത്യവും അങ്ങയുടെ വെളിച്ചവും അയക്കണമേ. Let them lead me to thy holy hill. അത് എന്നെ ആ വിശുദ്ധ പർവ്വതത്തിലോട്ട് കൊണ്ടുപോകട്ടെ. Oh, my dear friends, if only we could realize this. നമ്മൾ സുഹൃത്തുക്കളെ, ഈ സത്യം നമ്മളൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ. Of course, Jesus Christ healed the sick. തീർച്ചയാണ്, ശരിയാണ്, രോഗികളെ യേശു Of course, സൗഖ്യമാക്കി. he cast out the demons. പിശാചുക്കളെ യേശു പുറത്താക്കി, ശരി തന്നെ. You know, one day he cried. You know what he said? അത് കഴിഞ്ഞ് യേശു എന്താ നിലവിളിച്ചെന്നറിയാമോ? You know how he cried? എങ്ങനെയാണ് യേശു നിലവിളിച്ചെന്നറിയാമോ? He said like this.
ഇങ്ങനെയാണ് യേശു പറഞ്ഞത്. If the miracles in you would have happened in Sodom, they would have repented long time ago. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ നടുവിൽ നടന്ന അത്ഭുതങ്ങൾ സോദോമിൽ നടന്നായിരുന്നെങ്കിൽ അവർ പണ്ടേ അനുതപിച്ചേനെ. Oh my dear friends, what a tragedy. എത്ര ഭയാനകമായ ഒരു കാര്യമാണ് വിളിച്ചു After പറയുന്നത്. healing all the sick in all the villages that he went, യേശു പോയ ഗ്രാമങ്ങളും എല്ലായിടത്തും യേശുവിൻ്റെ അടുത്ത് വന്ന എല്ലാവരെയും സൗഖ്യപ്പെടുത്തിയതിനു after ശേഷം casting out all the demons, അവിടെ വന്ന പിശാച് ബാധിക്കപ്പെട്ട എല്ലാവരെയും വിടുവിച്ചതിന് ശേഷം he's crying out like this. യേശു ഇങ്ങനെയാണ് Oh നിലവിളിച്ചത്, Jerusalem, oh Jerusalem, ജെറുസലേമേ ജെറുസലേമേ, how I long to keep you under my wings. എന്റെ ചിറകിൻ കീഴിൽ നിന്നെ ഒന്ന് മറയ്ക്കാൻ ഞാൻ കാക്കാൻ ഞാൻ But ആഗ്രഹിക്കുന്നു. you never wanted it, you will not want it. പക്ഷെങ്കിൽ നീ അത് നിനക്കത് മനസ്സ് തോന്നിയില്ല. So are we just satisfied with physical bondages being broken? നമ്മളുടെ ഭൗതിക കോട്ടകൾ തകരുമ്പോൾ അത്രമാത്രം മതി എന്നും പറഞ്ഞ് നമ്മൾ തൃപ്തിയുള്ളവരായിട്ട് നമ്മൾ അങ്ങ് ഇരുന്ന് പോവുകയാണോ? Are we to be such a childish church? അങ്ങനെ ഒരു ശൈശവ അവസ്ഥയിലുള്ള സഭയായിട്ട് നമുക്ക് നിലനിൽക്കണോ? Pastor, are you saying that we won't get healed? പാസ്റ്റർ എന്ത് പറയുന്നത്, ഞങ്ങൾക്ക് സൗഖ്യമൊന്നും കിട്ടത്തില്ലെന്നാണോ? Should we not pray for healing anymore? ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ സൗഖ്യത്തിന് വേണ്ടി? I didn't say any of those things, my dear ഓ friends. അങ്ങനെ ഒന്നും നടക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. I'm just telling you there is something bigger, something greater. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രം, നമ്മൾക്ക് ഈ ഭൗതികമായി നമ്മൾ കാണുന്നതിനെക്കാട്ടിലും അനുഭവിക്കുന്നതിനെക്കാട്ടിലും വലുതായ ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. If only we could see that. നമുക്കതൊന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ, If only God could open our eyes. ദൈവം നമ്മളുടെ കണ്ണ് ഒന്ന് തുറന്നു തന്നായിരുന്നെങ്കിൽ, You shall know the truth, നിങ്ങൾ സത്യം അറിയുകയും and the truth will set you free. ആ സത്യം നിങ്ങളെ സ്വതന്ത്ര ആക്കും. Let's pray, please. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we come to you this afternoon. കർത്താവേ, പിതാവേ, ഈ ഉച്ച സമയത്ത് ഞങ്ങൾ അങ്ങയുടെ അടുത്തോട്ട് വരുന്നു. We are like Job, who always thought we knew everything. കർത്താവേ, ഞങ്ങളും ഇയ്യോബിനെ പോലെ ഉള്ളവരാ കർത്താവേ. എപ്പോഴും ഞങ്ങൾ അങ്ങ് വിചാരിച്ചു ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന്. We always thought that we could defend ourselves. ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഞങ്ങളെ നിർത്താനായിട്ട് പറയാൻ ചില കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ ചിന്തിച്ചു. Oh God, if only you could show us the true state of our hearts. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ശരിയായ അവസ്ഥ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമേ. If you could show us the spiritual strongholds that we carry. ഞങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആത്മീയ കെട്ടുകൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമേ. Oh God, ദൈവമേ, we want to repent. ഞങ്ങൾക്ക് അനുതപിക്കണം. We want to say, oh Lord, we know nothing as we ought to know. ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, അറിയേണ്ടതുപോലെ ഒന്നും ഞങ്ങൾ അറിയുന്നില്ല. Jesus. യേശുവേ, Yes, you want to set us free. അങ്ങ് ഞങ്ങളെ സ്വതന്ത്രരാകാനായിട്ട് അങ്ങ് We ആഗ്രഹിക്കുന്നല്ലോ. don't even know what true freedom is, oh God. ഓ കർത്താവേ, വാസ്തവമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. Jesus, work in our hearts. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് Set പ്രവർത്തിക്കണം. us free outside and inside. ഞങ്ങളെ അകമേയും പുറമേയും ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലോട്ട് Yes, നയിക്കണമേ. we know that when you bless in every way. കർത്താവേ, ഞങ്ങൾക്കറിയാം അങ്ങ് അനുഗ്രഹിക്കുമ്പോൾ അങ്ങ് എല്ലാ രീതിയിലും We അനുഗ്രഹിക്കും. don't want to receive the physical and reject the spiritual. ഓ ഭൗതികം മാത്രം സ്വീകരിച്ചിട്ട് ആത്മീകം തിരസ്കരിക്കുന്നവരായിട്ട് ഞങ്ങൾക്ക് ആകണ്ട കർത്താവേ.
Oh God, begin a greater work in us. കർത്താവേ, ദൈവമേ, വലിയൊരു പ്രവൃത്തി, ഉന്നതമായ ഒരു പ്രവൃത്തി ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് തുടങ്ങണമേ. Begin a deeper work in us. Oh ഞങ്ങളുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഒരു പ്രവൃത്തി തുടങ്ങണമേ. Show us our bondages inside. Oh ഞങ്ങളുടെ ഉള്ളിലുള്ള കോട്ടകള്, കെട്ടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. Show us our wrong attitudes that we carry. Oh God. കർത്താവേ, ഞങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന തെറ്റായ മനോഭാവങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. Jesus, യേശുവേ. Jesus. യേശുവേ. Oh, Rabarakaramashikhiri Thank you, Mirama. Father. Thank you, Lord. Oh God, set Thank us you, Lord. free. Thank you. Take us to greater freedom, oh God. കർത്താവേ, ആ സ്വാതന്ത്ര്യത്തിന്റെ അടുത്ത ഉന്നതമായ തലത്തിലോട്ട് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, കൊണ്ടുപോകണമേ. Send your light and your truth. Oh അങ്ങയുടെ സത്യവും അങ്ങയുടെ വെളിച്ചവും ഞങ്ങളിലോട്ട് അയച്ചു തരണമേ. Jesus. യേശുവേ, We look to you for everything. ഞങ്ങള് എല്ലാ കാര്യത്തിനു വേണ്ടിയും ഞങ്ങൾ അങ്ങയിലോട്ട് നോക്കുന്നു. You are our Savior and you are our Lord. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, അങ്ങാണ് ഞങ്ങളുടെ കർത്താവ്. We bless your holy name, oh God. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ ഞങ്ങള് വാഴ്ത്തുന്നു, Thank you സ്തുതിക്കുന്നു. for all that you are doing and all that you are going to do. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദി We want to പറയുന്നു. be more of a blessing, oh God. കർത്താവെ, ഞങ്ങൾ കൂടുതലായിട്ട് അനുഗ്രഹമായി തീരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Set us free. ഞങ്ങളെ വിടുവിക്കണമേ. Thank you once again. ഒരിക്കൽ കൂടി നന്ദി കർത്താവേ. Jesus' precious name we pray. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. For week we have announcements, we have the offering. Please. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരാഴ്ച കർത്താവ് നമുക്ക് തരട്ടെ. അനൗൺസ്മെൻറ്റ്സും ഓഫറിങ്ങിനും. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞു. എല്ലാവരെയും അതുപോലെ യൂട്യൂബിലുള്ളവരെയും ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ആക്ച്വലി നമ്മുടെ കൂടെയുള്ള ലിൻഡ നമ്മുടെ മെമ്പറാണ്. പക്ഷെ നമ്മൾ ഇന്നാണ് ആളെ ആദ്യമായിട്ട് കാണുന്നത്. നമുക്ക് ലിൻഡയെ വെൽക്കം ചെയ്യാം. പിന്നെ ഒരു മോളുണ്ട്, ഏഞ്ചൽ, സീന ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ മോളാണ്. ഇവിടെ വിമലഹൃദയം സ്കൂളിൽ പഠിക്കുന്നു. മോളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മുടെ പ്രെയർ ഡേ ആയിരുന്നു. നല്ലൊരു സമയമായിരുന്നു. നമ്മൾ അധികം പ്രാർത്ഥനയിൽ